ഉമർ ഖയ്യാം മധ്യകാലം എന്ന സ്വപ്നയുഗത്തിലെ സ്വപ്നസഞ്ചാരിയായിരുന്നു അദ്ദേഹം. ദർബാറുകളിലും കൂടാരങ്ങളിലും കാൽപ്പനികത വരച്ചിട്ടിരുന്ന കാവ്യകുലപതി. മനുഷ്യചിന്തക്ക് ആധുനിക മനുഷ്യൻ നിർണയിച്ച പരിമിതികളെ ഭേദിച്ചിരുന്നു. കവി, മതപണ്ഡിതൻ, ജ്യോതിശാസ്ത്രജ്ഞൻ, ഗണിതശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ, അങ്ങനെ ഖയ്യാമിയൻ ചിന്തകളും എഴുത്തുകളും കടന്നു ചെല്ലാത്ത ഇടങ്ങൾ കുറവായിരുന്നു. CE 1048 ഇന്നത്തെ ഇറാന്റെ ഭാഗമായ നൈസാപൂരിലെ ഷെഡിയാക്ക് ജില്ലയിലാണ് ഇബ്രാഹിം ഖയ്യാമിന്റെ മകനായി ഉമർ ഖയ്യാം ജനിക്കുന്നത്. നൈസാപൂർ അല്ല, ഇസ്തരാബാദാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നൊരു അവതരണമുണ്ട്. പക്ഷേ ബൈഹക്കി അതിനെ നിഷേധിക്കുകയും ഖയ്യാമും പൂർവികന്മാരും നൈസാപൂർകാരാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഖയ്യാം എന്നാൽ കൂടാരം കെട്ടുന്നവർ എന്നാണ് അർത്ഥം. ഒമറിന്റെ കുടുംബം പാരമ്പര്യമായി കൂടാരം കെട്ടുന്നവരായിരുന്നത് കൊണ്ടാണ് ആ പേര് വന്നത്. അബൂ ഫത്തഹ് ഒമർ ബിൻ ഇബ്രാഹിം ഖയ്യാം എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ നാമം. ഖയ്യാമിന്റെ പിതാവ് ഇബ്രാഹിം സൗരാഷ്ട്ര മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നതായിരുന്നു എന്നൊരഭിപ്രായം ഖയ്യാമിന്റെ ജീവചരിത്രകാരൻ റഹീമാർ മാലിക്കിക്കുണ്ട്. പക്ഷേ മറ്റുള്ള ചരിത്രകാരന്മാർ ആ സാധ്യതയെ നിരാകരിക്കുന്നുണ്ട്. ഫത്തഹ് എന്നൊരു മകൻ ഉള്ളതുകൊണ്ടാണ് അബുൽ ഫത്തഹ് എന്ന നാമം വന്നത് എന്നും മാലിക്കി പറയുന്നു. പക്ഷേ വേണ്ട വിധത്തിലുള്ള മറ്റു തെളിവുകളൊന്നും അതിന് ലഭ്യമല്ല. നിരക്ഷരനായിരുന്ന ഖയ്യാമിന്റെ പിതാവ് അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം നൽകിയിരുന്നു. സുവർണ കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന നൈസാപൂർ അന്ന് അറിവിന്റെ നഗരമായിരുന്നു. ഇബ്രാഹിം തന്റെ മകനെ ഖാലി മുഹമ്മദ് എന്ന പണ്ഡിതന്റെ അടുക്കൽ വിദ്യാഭ്യാസത്തിനായി അയച്ചു. ഖാലിയും ഖയ്യാമും കണ്ടുമുട്ടുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന രസകരമായ സംഭാഷണങ്ങളും ചിന്താവഹമാണ്. ഖാലിയുടെ കൂടെ ചേർന്ന ഖയ്യാം അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ, അറബ് ഭാഷാ വ്യാകരണം, സാഹിത്യം, മതപഠനം തുടങ്ങിയ മേഖലകളിൽ ഉന്നതമായ അവഗാഹം നേടി. അടിസ്ഥാന പഠനങ്ങൾ പൂർത്തിയാക്കിയ ഒമറിനെ ഖാലി ഖ്വാജ അബുൽ ഹസൻ അൽ അംബരിയുടെ അടുത്തേക്ക് അയച്ചു. അവിടെ വെച്ച് അദ്ദേഹം ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഗൃഹസ്ഥമാക്കി. ഒരു ഹാക്കിമായിരുന്ന ഖാജക്ക് മറ്റ് സംസ്കാരങ്ങളെപ്പറ്റിയും നാഗരികതകളെപ്പറ്റിയുമൊക്കെ ഉന്നതമായ ധാരണകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് ഖയ്യാം ടോളമിയുടെ അൽമാഗസ്റ്റ് എന്ന ഗ്രന്ഥം പഠിക്കുന്നത്. ഖുർആനിലും ഫിഖ്ഹിലുമുള്ള തുടർ പഠനങ്ങൾ ഇമാം മുവഫിക്കിലൂടെ തുറന്ന ഉമർ തത്വശാസ്ത്ര പഠനങ്ങളിലേക്ക് കടന്നു. അന്നത്തെ പ്രശസ്ത തത്വശാസ്ത്രജ്ഞ പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് മൻസൂർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു. ആ കാലത്താണ് ഉമർ ഖയ്യാം പ്രശസ്ത മുസ്ലിം തത്വചിന്തകൻ ഇബ്നു സീനയുടെ ചിന്തകളിൽ ആകൃഷ്ടനാവുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു അത്. ഇബ്നു സീനയുടെ സ്വാധീനം ഖയ്യാമിൽ പുതിയ ചിന്താധാരകളും പഠന മേഖലകളും തുറന്നിട്ടു. മുസ്ലിം ലോകം ബൗദ്ധിക മേഖലയിലെ സുവർണ കാലഘട്ടത്തിലായിരുന്നെങ്കിലും പണ്ഡിതർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സമൂഹത്തിനിടയിൽ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാലം കൂടിയായിരുന്നു അത്. പക്ഷേ ഉമർ ഖയ്യാം ഇതിലൊന്നും ഭാഗവാക്കാകുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. സുന്നി, ഷീ, ബാത്തുനി, വാഹിരി, ഇഖ്വാനുസ്സഫ തുടങ്ങി സമുദായം പല ചേരികളായി തിരിഞ്ഞ് രാഷ്ട്രീയവും മതവും പറഞ്ഞ് തമ്മിൽ രക്തരൂക്ഷിത കലാപങ്ങളും കൊലപാതകങ്ങളുമായി ജീവിക്കുന്ന കാലത്ത് സ്വയമേ ഒരു സർവകലാശാലയാവുകയായിരുന്നു ഖയ്യാം. ഖയ്യാമിന്റെ നിർവചനങ്ങളും കണ്ടെത്തലുകളും എല്ലാ വിഭാഗങ്ങളിലും കാലഘട്ടങ്ങളിലും സർവാംഗീകൃതമായിരുന്നില്ലെങ്കിലും ഐക്യത്തിനു വേണ്ടി അദ്ദേഹം സൂക്ഷിച്ച നിശബ്ദത ചരിത്രം വിസ്മരിക്കില്ല. ഇബ്നു സീനയിൽ മനസ്സാശിഷ്യത്വം സ്വീകരിച്ചിരുന്ന കാലത്ത് തന്നെ ഇമാമുൽ ഹറമൈനിയുമായും ഇമാം ഖസാലിയുമായും അദ്ദേഹം സൗഹൃദം പുലർത്തിയിരുന്നു. ശക്തമായ അഭിപ്രായ വ്യത്യാസം ഇമാം ഖസാലിയുമായി നിലനിൽക്കെ തന്നെ അവർക്കിടയിൽ അഗാധമായ സൗഹൃദവും നിലനിന്നിരുന്നു. പല ചരിത്ര ഗവേഷകരുടെയും അഭിപ്രായത്തിൽ ഗസാലിയുടെ തദ്ഫാത്തുൽ ഫിലാസഫ ഖയ്യാമിന്റെ ചിന്താധാരകൾക്കുള്ള മറുപടി എന്ന നിലയിൽ എഴുതപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. നൈസാപൂരിലെ ജനങ്ങൾ അറിവിന്റെ കേന്ദ്രങ്ങളായി ജുവൈനിയോടും ഖസാലിയോടും ചേർന്നെണ്ണിയിരുന്ന ആൾ തന്നെയായിരുന്നു ഖയ്യാമും. പാണ്ഡിത്യവും അത് പങ്കുവെക്കുന്നതിൽ അദ്ദേഹം പുലർത്തിയിരുന്ന സൂക്ഷ്മതയും അദ്ദേഹത്തിന് ഹുജ്ജത്തുൽ ഹഖ് എന്ന സ്ഥാനപ്പേര് ലഭിക്കാനിടയാക്കി. ഒരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് ജനങ്ങൾക്കിടയിൽ മാത്രമായിരുന്നില്ല, ഭരണാധികാരികൾക്കിടയിലും ഖയ്യാം സ്വീകാര്യനായിരുന്നു. ഗണിതശാസ്ത്ര മേഖലയിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഉന്നതമാണ്. അന്ന് ലോകത്ത് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗണിതശാസ്ത്രജ്ഞൻ ഖയ്യാമായിരുന്നു. ജിയോമെട്രിയുടെ പിതാവായി അറിയപ്പെടുന്ന യൂക്ലിഡിന് ശേഷം എന്ന നിലക്കാണ് ജിയോമെട്രിയിൽ ഖയ്യാം എണ്ണപ്പെടുന്നത്. നോൺ യൂക്ലിഡിയൻ തിയറികൾ ജിയോമെട്രിയിൽ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ആദ്യമായി ഉപയോഗിച്ചത് ഖയ്യാമായിരുന്നു. അതാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് ജിയോമെട്രിക് ആൾജിബ്രയുടെ വികാസത്തിന് സഹായിച്ചത്. നവോത്ഥാന കാലത്തെ ഫ്രഞ്ച് തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്ന ഡെക്കാർത്തേക്ക് അനലിറ്റിക്കൽ ജിയോമെട്രിയിലേക്ക് കൂടുതൽ വെളിച്ചമൊരുക്കി കൊടുത്തത് ഖയ്യാമാണെന്ന് അഭിപ്രായപ്പെടുന്ന ധാരാളം ചരിത്രകാരന്മാരുണ്ട്. യൂക്ലിഡിയൻ തിയറികളെ വിമർശ പഠനത്തിന് വിധേയമാക്കിയും ആൾജിബ്രയുമായി ബന്ധപ്പെട്ടും മറ്റുമായി ധാരാളം എഴുത്തുകൾ ഗണിതശാസ്ത്ര മേഖലയിൽ ഖയ്യാമിൻ്റെതായിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ മറ്റൊരു ശാസ്ത്ര സംഭാവന ജ്യോതിശാസ്ത്ര മേഖലയിലാണ്. ആധുനിക ലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയ ജലാലി കലണ്ടർ അദ്ദേഹത്തിലെ ജ്യോതിശാസ്ത്രജ്ഞന്റെ സംഭാവനയാണ്. സൂര്യൻ വെർണൽ ഇക്വിനോക്സിനെ താണ്ടുന്ന കൃത്യമായ കണക്കിലാണ് ജലാലി കലണ്ടർ ഒരു വർഷം ആരംഭിക്കുന്നത്. ജർമ്മൻ ചരിത്രകാരനായിരുന്ന മോറിസ് കണ്ടോറിന്റെ അഭിപ്രായത്തിൽ ചരിത്രത്തിൽ നിർമ്മിക്കപ്പെട്ട കലണ്ടറുകളിൽ ഏറ്റവും മികച്ചത് ജലാലിയാണെന്നാണ്. മെലിക് ഷാ സൽജൂക്കിയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട കലണ്ടർ അദ്ദേഹത്തിന്റെ മരണശേഷം ഉപയോഗം നിലച്ചു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ ഇറാനിലെ പ്രമുഖ ഭരണകൂടമായിരുന്ന ഹാജർ ഭരണകൂടത്തിൽ ജലാലി ആയിരുന്നു കലണ്ടർ. ആധുനിക ഇറാനിലെ ഇന്നത്തെ കലണ്ടറിലും ജലാലി സ്വാധീനമുണ്ട്. ഇതിനൊക്കെ മുകളിലായി ഖയ്യാം എന്ന കവി പ്രതിഷ്ഠിക്കപ്പെടുന്നത് കൊളോണിയൽ കാലത്താണ്. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് എഡ്വേർഡ് ഫിറ്റ്സ്ജെറാൾഡ് ഖയ്യാമിന്റെ 4 വരി കവിതാ സമാഹാരമായിരുന്ന റൂബിയത്ത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുത്തിവെച്ച ഒരു തർജ്ജമയായിരുന്നു അത്. ഒമർ ഖയ്യാം എന്ന മധ്യകാല ജ്ഞാന കേന്ദ്രത്തെ പൂർണ്ണമായും അവഗണിച്ച് ഭൗതികവാദിയും സുഖഭോഗവാദിയുമായ പുതിയൊരു ഖയ്യാമിനെ നിർമ്മിച്ചെടുക്കുകയായിരുന്നു ഫിറ്റ്സ്ജെറാൾഡ് അവിടെ. വായനയുടെ പല ഘട്ടത്തിലും കിഴക്കിന്റെ ജ്ഞാനകേന്ദ്രത്തോട് പടിഞ്ഞാറിനുണ്ടാവാൻ സാധ്യതയുള്ള മുൻവിധികളുടെ എല്ലാ ചിഹ്നങ്ങളും വളരെ സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കുന്നതായി കാണാം. വരികളെ പലതിനെയും ദുർവ്യാഖ്യാനം ചെയ്തും മഹത്തായ അദ്ദേഹത്തിന്റെ സംഭാവനകളോട് യാതൊരുവിധ നീതിയും കാണിക്കാത്ത വിധത്തിലുള്ള വ്യക്തിത്വ നിർമ്മിതിയും കൊണ്ട് ഒരു മഹാജ്ഞാനിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഫിറ്റ്സ്ജെറാൾഡ് പൂർണ്ണാർത്ഥത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തു. അതിന്റെ അലയൊലികൾ ഡീകൊളോണിയൽ കാലത്തെ മുസ്ലിം ചിന്തകരിൽ പോലും സ്വാധീനം ചെലുത്തി. ബുക്സ് ഐ ഹാവ് ലവ്ഡ് എന്ന ഗ്രന്ഥത്തിൽ ഓഷോ പറയുന്നതായി കാണാം, ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടതും അതേസമയം ലോകത്തിലെ ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെട്ടതുമായ ഗ്രന്ഥങ്ങളിലൊന്നാണ് റുബയ്യാത്ത്. വിവർത്തനത്തിലാണ് അത് ഗ്രഹിക്കപ്പെടുന്നത്, പക്ഷേ അതിന്റെ ആത്മാവ് തെറ്റിദ്ധരിക്കപ്പെടുന്നു. റുബയ്യാത്ത് പ്രതീകാത്മകമാണ്. വിവർത്തകൻ വളരെ ഋജുബുദ്ധിയായ ഇംഗ്ലീഷുകാരനായിരുന്നു. ഒട്ടും തന്നെ പുതുമയെ ഉൾക്കൊള്ളുന്നയാളല്ല. റുബയ്യാത്ത് ഉൾക്കൊള്ളാൻ നിങ്ങളിൽ ആ സർഗാത്മകത അല്പമെങ്കിലും ഉണ്ടാവണം. റുബയ്യാത്ത് മദ്യത്തെയും മദിരാശിയെയും പറ്റി സംസാരിക്കുന്നു. വിവർത്തകർ നിരവധി പേരുണ്ട്. തെറ്റാണ്, അവർക്ക് തെറ്റുപറ്റാതെ നിവൃത്തിയില്ല. എന്തെന്നാൽ ഒമർ ഖയ്യാം സൂഫിയായിരുന്നു, തസവുഫുള്ളയാൾ, ജ്ഞാനമുള്ളയാൾ. സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ്. ഓഷോ പറഞ്ഞവസാനിപ്പിക്കുന്നു. വളരെ വ്യക്തമായി തത്വചിന്താ മേഖലയിൽ 6ഓളം ഗ്രന്ഥങ്ങൾ രചിച്ച ഖയ്യാമിന്റെ ചിന്തകളെ വ്യാഖ്യാനിക്കാൻ ഇന്നും യൂറോ കേന്ദ്രീകൃത ലോകം ഫിറ്റ്സ്ജെറാൾഡിന്റെ വികൃതമായ പരിഭാഷ ഉപയോഗിക്കുന്നുണ്ട് എന്നിടത്ത് വിസ്മൃതിയിലാക്കപ്പെടുന്നത് ലോക ചരിത്രത്തിലെ തന്നെ നിർണായകമായി സ്വാധീനിക്കുന്ന മധ്യകാലത്തെ ഒരു വിജ്ഞാന ദീപമാണ്. ഒമർ ഖയ്യാം അദൃശ്യനല്ല. അദ്ദേഹത്തിലേക്ക് വെളിച്ചം വീശുന്നതായിട്ട് അദ്ദേഹം തന്നെ എഴുതിയ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. മാത്രമല്ല ബൈഹക്കിയെയും നിസാമിയാരുടെയും പോലുള്ള ധാരാളം ശിഷ്യന്മാരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഫിറ്റ്സ്ജെറാൾഡിലൂടെ അദ്ദേഹത്തെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യവുമില്ല. മധ്യകാലത്തെ മുസ്ലിം തത്വചിന്തകർക്കിടയിലെ പ്രധാന സംവാദ വിഷയമായിരുന്നു ഇൽമുൽ കലാം. കാലഘട്ടത്തെ അതിജീവിച്ച് മുസ്ലിം തത്വചിന്തകർക്കിടയിൽ രൂപീകരിക്കപ്പെട്ട വിജ്ഞാനശാഖ പലവിധത്തിലുള്ള സങ്കീർണതകളിലൂടെയും കടന്നുപോയിരുന്നു. അതിലെ പ്രധാനപ്പെട്ട വിവക്ഷയായിരുന്നു ഇബ്നു സീനിയൻ ചിന്തകൾ. യുക്തിയിൽ അടിസ്ഥാനപ്പെടുത്തിയ ഭൗതികവാദം എന്ന ആക്ഷേപമൊക്കെ നേരിട്ടിരുന്നെങ്കിലും ദൈവവിശ്വാസത്തിലും ഇസ്ലാമിന്റെ മതചിഹ്നങ്ങൾ ഉൾക്കൊണ്ടു തന്നെയായിരുന്നു അത് നിലകൊണ്ടിരുന്നത്. അതിന്റെ സ്വാധീനം ഖയ്യാമിലും ഉണ്ടായിരുന്നു. എന്നാൽ എഡ്വേർഡ് ഈ വിശാല ചിന്തയെ ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമായ യുക്തി ചിന്തയായാണ് വ്യാഖ്യാനിച്ചത്. സ്വതന്ത്ര ചിന്ത എന്നത് ദൈവനിഷേധമാണെന്ന യൂറോപ്യൻ പരിപ്രേക്ഷ്യം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ഈ കൈകടത്തലുകൾ. എന്നാൽ എഡ്വേർഡ് കാണാതെ പോയ മതത്തിന്റെ സാന്നിധ്യം എന്നത് ഖയ്യാമിന്റെ ശാസ്ത്രകൃതികളിൽ വ്യക്തമാണ്. ദൈവനാമത്തിൽ അവന്റെ ദൂതന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഖയ്യാം എഴുതിയിരുന്നത്. ഓക്സ്ഫോർഡ് ലൈബ്രറിയിലെ ഒരു കവിതാ സമാഹാരത്തിലൂടെ ഖയ്യാമിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതിലെ പരാജയമാവാം ആ മഹാജ്ഞാനിയെ ഉൾക്കൊള്ളുന്നതിൽ നിന്ന് ഫിറ്റ്സ്ജെറാൾഡിനെ പിന്നോട്ടടിച്ചത്. നിരവധി സംഭാവനകളും സങ്കീർണതകളും മനുഷ്യവംശത്തിന് സമ്മാനിച്ച മഹാജ്ഞാനി നൈസാപൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു.